രാജ്യം വരണമേ. നിന്റെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, പോലെ ഇപ്പോഴും എപ്പോഴും നീക്കുവാമേ. മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താലെ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. ഈശോവിന്റെ വില തീരാത്ത മരിച്ചമേൽ കൃപയായിരിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷപ്പെടണമേ. പരിശുദ്ധമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ അപേക്ഷിക്കണമേ. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കുവാമേ. മരിച്ചുപോയ ആത്മാക്കളുമേൽ കൃപയായിരിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. രാജ്യത്തിലേക്ക് സ്വീകരിക്കുമാറാകണം. അവിടെ നിന്റെ സ്വർഗീയ ദൂതരോടും സകല വിശുദ്ധരോടും ഒന്നിച്ച് നിന്റെ തിരുമുഖം ദർശിച്ച് നിന്നെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നിന്റെ മാർക്കിടയാകും. അവിടെ കടങ്ങളും പാവങ്ങളും പുറത്ത് അവളെ വിശദീകരിച്ച് നിത്യതയിൽ നിന്നോടുകൂടെ ആയിരിക്കാൻ കർത്താവിടെയാക്കണമേ. ഇനി യാത്ര തിരിക്കുമ്പോൾ ഇവിടെ മുമ്പിൽ യേശു തമ്പുരാൻ തൂങ്ങപ്പെട്ട കുരിശ് ഇവൾക്ക് ശക്തിയും ബലമായി തീരുവാൻ കർത്താവിടെയാകണം. നിന്റെ ജീവരക്തത്താൽ ഇവളെ കഴിവ് വിശദീകരിച്ച് സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ എന്നേക്കുമായി ഇവൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശക്തമായ നാമത്തിൽ പിതാവായ ദൈവത്തോട് ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തോത്രവും യോഗ്യതയുള്ളവരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിനെ സ്തുതി. എന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആയുസ്സിന്റെ ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവരും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മിശിഹാതമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം ചെയ്യുന്നു.
സകലത്തിന്റെ സൃഷ്ടാവും നിർമ്മാതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്തിൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനവും ഭയങ്കരവുമായ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമേ, സഹോദരിയെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ്മ അരുളി ചെയ്തിട്ടുള്ളതായ വചനം ഞങ്ങളിലും ഇവളിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പര്യന്തരും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യും. എന്റെ ശരീരം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാം ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ മങ്ങത്തിട്ട് മരിച്ചതു ഞാൻ. എന്നും കാത്ത തന്നരുളിന്നു മഹത്വം മുറിയോരാഹേ മേലയിലു ആദാവേ. മരമതീനു യദേ കർത്താവേ, തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടണം. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും ഇടയിലങ്ങുവാകുമ്പോഴുള്ള ദാസിന്റെ ആത്മാവിന്റെയും വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളുടെയും ഈ നടക്കാനുള്ള എല്ലാ ശുശ്രൂഷകളുടെയും പരിശുദ്ധ സഭയിന്റെയും എപ്പോഴും നാളുണ്ടായിരിക്കും. Convey our condolences to the bereaved family, and we'll always remember Machi in our prayers, and may God give her soul and eternal peace. Prakash, he was here in our church when he was here, so he left from here, and Ammachi also in between used to come to our church, so we are attached with this family, so we are also very much sad about this thing, and we pray that her soul meets with eternal peace. So on behalf of our family and also the Catholic Church and very Reverend Father Sebastian and the sisters and all the members, we express sincere thanks to our Reverend Father and the Secretary and the members of the church. We are thanks to you. Thanks for coming over and praying for Mama. Thank you so much. We start our ജിഎച്ചിന് ഇവിടെ കർമ്മങ്ങളുടെ പ്രവൃത്തിയും നമ്മുടെ ആദ്യത്തെ പാട്ട് കഴിഞ്ഞിട്ട് വായനയും ലേഖന വായന, സുവിശേഷ വായന, കാറസൂസ ഇത് നമ്മൾ ദേവാലയത്തിൽ ചെന്നിട്ടായിരിക്കും വരുന്നത്. മുമ്പുള്ള പ്രാർത്ഥനകളും മുടി പുഞ്ചിരിപ്പും വെപ്പും നമുക്ക്
സ്ഥാനമായിരിക്കും. അനുദപിക്കുന്ന പാപികളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപോചനത്തിനായി ഈ പനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികളെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാര്യത്തെ പുകഴ്ത്തുകയും മകനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പൊൽക്കുടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പൊൽക്കുടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമായിരിക്കും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സൃഷ്ടിയായ ഞങ്ങളുടെ അവരുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുകയും ചെയ്ത കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയെന്ന് അവൻ അറിയുന്നില്ല. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ നിന്നെ സ്തുതിക്കുകയും നീതിയാൽ മരണവിധേയനാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടുമാണിടുവാൻ ദാസനുമര
ഉത്തരമെന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വസ്തനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും അനുജനു ഞാൻ, അന്തിമ ദിവസം ഉയർപ്പേകും. മധ്യദേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തി അവരെ സ്വീകരിക്കുന്നു. അമ്പലവീതിയിൽ അഖിലേശൻ നിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയാൽ എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. പേജ് നമ്പർ 15. സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വഴറ്റിയിടുന്നു. അന്നരസംവ്യസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിടുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നരസംവ്യസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിടുന്നു. ജീവനുമുയരും ഞാനാകുന്നു. കരയരുദേവം കരുണയോടന്തികാശൻ ശാന്തി പൊഴിഞ്ഞു. അന്നരസംവ്യസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിടുന്നു. ഞാൻ നല്ലവണ്ണം യുക്തം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുവാനാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നശ്വരമുലകിൽ വിടതിയെനിക്കായി നൽകിയ മസരി പരിശുദ്ധന്മാർ പരമാനന്ദ. നമുക്ക് തിരുക്കർമ്മങ്ങൾ തുടരാം. എല്ലാവരും പള്ളിയിലേക്ക് കയറി നിൽക്കുക, അടുത്ത് നിൽക്കുക. എൻ്റെ സഹോദരൻ വിശുദ്ധ പൗലോസ്ലീഗ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം, അധ്യായം 1, 4 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്നും നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നാം
കർത്താവിൻ്റെ എതിരേൽപ്പിന് അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളെ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എൻ്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരം അവന് കൊടുത്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയ ബഹുമാനപ്പെട്ട ജോയച്ച, സെബാസ്റ്റ്യനച്ച, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരങ്ങളെ, മേരിയമ്മയുടെയും എൻ്റെയും കുടുംബത്തിലെ പ്രിയ ബന്ധുജനങ്ങളെ, അങ്ങേയറ്റം വേദനയോടുകൂടിയാണ് നമ്മൾ ഈ നിമിഷം ആയിരിക്കുക. ഈ ലോകജീവിതം അവസാനിപ്പിച്ച് മേരിയമ്മ തൻ്റെ രക്ഷിതാവിലേക്ക് അനന്തതയിൽ അവനോടുകൂടി ആയിരിക്കുവാനുള്ള യാത്രയിലാണ്. പൗലോസ്ലീഹ പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. ക്രിസ്തുവിന് വേണ്ടിയുള്ള ഓട്ടം പൂർത്തിയാക്കലാണ് ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. മരണം വേദനാജനകവും സങ്കടവും നിരാശയൊക്കെ ആകുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, ക്രിസ്തു നമ്മളിൽ വസിക്കാത്തപ്പോഴാണ്. ക്രിസ്തുവിന് വേണ്ടി ഓടാതിരിക്കുമ്പോഴാണ്. നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ഓടുകയും നമ്മൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് മരണം വേദനാജനകവും സങ്കടകരവും ഒക്കെ ആയിത്തീരുക. എന്നെ സംബന്ധിച്ചിടത്തോളം മേരിമാമയായിട്ട് വളരെ കുറച്ച് കാലത്തെ അടുപ്പങ്ങളേ ഉള്ളൂ. ഞങ്ങൾ അങ്ങേ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളെന്ന് പറഞ്ഞാൽ മഞ്ഞത്താനം കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും പറയാനുള്ളത് മേരിമാമ ഒരു മാലാഖയായിരുന്നു എന്നാണ്. തൻ്റെ ജീവിതത്തിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു നല്ല അമ്മമ്മ. ആരോടും ഒന്നുമില്ല, ആരോടും ഒരു കുറവോ കുറ്റങ്ങളോ പറയാൻ അമ്മാമ്മയ്ക്കുണ്ടായിരുന്നിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാൻ കണ്ണൂരായിരുന്നു, അമ്മാമ്മ മല്ലപ്പള്ളിയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒത്തിരി ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും വല്ലപ്പോഴൊക്കെ വരുമ്പോൾ വളരെ ശാന്തതയോടെ, ലോകത്തിലെ ഏറ്റവും സൃഷ്ടികൾ, ദൈവസൃഷ്ടിയിലെ ഏറ്റവും എളിമ ഉള്ള സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളും ഒരുപക്ഷെ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് ഈ അമ്മാമ്മയുടെ ജീവിതം. എന്തായിരിക്കും കർത്താവിൻ്റെ പ്ലാന് എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. തൻ്റെ ജീവിതയാത്ര ഈ ലോകത്തിലുള്ളത് അവസാനിപ്പിച്ചു. ഇനി നമ്മളാരും കരയുകയോ വിലപിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട. അമ്മാമ്മയ്ക്ക് അമ്മാമ്മയുടെ രക്ഷിതാവിലേക്ക് പോകണം. നമ്മളാരും അതിന് തടസ്സം ആകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഈ ലോകത്തോട് യാത്ര പറയും. അപ്പോൾ നമുക്ക് അഭിമാനത്തോടു കൂടി പോകാൻ കഴിയണം. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ രക്ഷിതാവിന് വേണ്ടി ഞാൻ ജീവിച്ചു എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറഞ്ഞ് പോകാൻ കഴിയണം. പ്രസന്നതയോടുകൂടി. ഞാൻ ബോഡി എടുക്കുന്ന സമയം മോർച്ചറിയിൽ നിന്ന് എടുത്ത് പെട്ടിയിലേക്ക് വെക്കുന്ന സമയം അമ്മാമ്മയുടെ മുഖത്ത് നോക്കി, എന്തൊരു ശോഭയായിരുന്നു, എന്തൊരു പ്രകാശമയമായിരുന്നു എന്ന്. തൻ്റെ രക്ഷിതാവിൻ്റെ ആത്മാവ് നിറഞ്ഞ് ആ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. തീർച്ചയായും എനിക്ക് സങ്കടമൊന്നുമില്ല. എനിക്ക് അഭിമാനമാണ് എൻ്റെ അമ്മാമ്മയെക്കുറിച്ച്. കാരണം നല്ലൊരു ജീവിത മാതൃക കാണിച്ചു തന്നു എന്നുള്ളത്.
അതുപോലെ നമുക്കും ദൈവവചനത്തിലും കൂദാശയിലും വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ക്രിസ്തു നമ്മളിൽ വസിക്കും, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ സന്തോഷത്തോടുകൂടി ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് നിത്യതയിൽ അവനോടുകൂടി ആയിരിക്കാൻ കഴിയും. അവൻ വാനമേഘങ്ങൾ വരുമ്പോൾ നമ്മളെയും അവനോടൊപ്പം വാനമേഘങ്ങൾ എടുക്കപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് ജീവിതം സ്വാർത്ഥകമാകുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുവാൻ എന്നെ അനുവദിച്ച എൻ്റെ സുഹൃത്തും അഭിവന്ദ്യ നമ്മുടെ വികാരി ജനറലും ഈ പള്ളിയുടെ വികാരി അച്ഛനുമായ പ്രിയ ജോയി അച്ഛന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാനിവിടെ വന്നപ്പം തൊട്ട് എൻ്റെ വിടാതെ പുറകെ എന്നെ കെയർ ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛനെയും നന്ദിയോടെ ഓർക്കുകയാണ് ഈ സമയം. അച്ഛൻ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു, സഹായിച്ചു, സപ്പോർട്ട് ചെയ്തു. പ്രിയ അച്ഛ, നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റർ മരിയ ജോസ് ഇവിടെയുണ്ട്, പുതിയതായിട്ട് വന്ന എൻ്റെ ഇടവകയിലെ ഞാനൊരു പക്ഷേ അച്ഛനാകാൻ ഒത്തിരി പ്രാർത്ഥിച്ച് എൻ്റെ ഓർഡിനേഷൻ സമയത്ത് എന്നെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട മരിയ ജോസ് സിസ്റ്റർ പുതിയതായിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. വലിയ നല്ല പാട്ടുകാരിയാണ്. സിസ്റ്ററിൻ്റെ മഠത്തിലെ സുപ്പീരിയേഴ്സിനും മറ്റ് സിസ്റ്റേഴ്സിനും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ഞാൻ മറക്കാതെ ഈ സമയം ഓർക്കുന്നത് പ്രിയ സാജൻ സാറാണ്. അത് ഇവിടെ ഉണ്ടോ ഇല്ലോ എന്നറിയില്ല. ഞാൻ വന്നപ്പോൾ ഇറങ്ങിയ സമയം തൊട്ട് എന്നെ പരിചരിക്കുകയും എനിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. പിന്നെ ഒരു ബിജി ചേട്ടനുണ്ട്, അതുപോലെ ഒരു അച്ചായനുണ്ട്. എല്ലാവരെയും പേര് അതുപോലെ സഹായിച്ച, ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ച എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മാമ്മയുടെ ഈ അവസാന സമയം ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. മഞ്ഞത്താനം കുടുംബത്തിൻ്റെ പേരിലും ഞങ്ങൾ പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. അവസാനം ഇതിനെല്ലാം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം പൊഴിച്ച സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ അമ്മാമ്മയുടെ ആത്മാവിനെ നീ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ വന്ദനം. നമുക്കെല്ലാവർക്കും എന്താപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയെ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയായി ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിൻ്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാകുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ആത്മാവിൻ്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തെ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനാ മിശിഹായെ, നിന്റെ ദാസിയുടെ പാവങ്ങൾ പൊറുക്കുകയും അവളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അദൃശ്യവുമായ സ്വത്തിൻ്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ആദിയാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് ഏകസത്യമാവുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത്
പീഡകൾ സഹിക്കുകയും സിലുവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും രക്ഷിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്രേയവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തെ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങൾ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും നീശോ മൃതരാമഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതയാൽ തന്നെ മൃതയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി ഉലങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യമാകുന്നു. മൃതയെ മുറപോൽ നാഥനയിക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനും ഒരുപോലെ ദൈവത്തിൽ ആർദ്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെൻ്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണമുദ്ധാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവൻ അവർക്കേകും. വിശർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കവരുടെ ചിഹ്നം. അതിലുള്ളവരോ നാഥനുപുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതഖിലേശൻ. പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദാതനുമേവം സുതനും റൂഹായിക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദിമുതലെന്നേക്കും ഈശോനാഥ, മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടെ ലേഖം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളായ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ സഹോദരിയെ ദൈവനീതിവന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമേൻ. മരിച്ചവരുയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്തപ്പോൾ തൻ്റെ അനുഗ്രഹത്താൽ തൻ്റെ മാതാവായ കന്യാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും മിശി അവരോടുകൂടി അയാളെ തൻ്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം
ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയനാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. ദൈവത്തിൻ്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ തൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളെ തൻ്റെ ആത്മാവിൽ കൃപാരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരെ, ആത്മീയ പാരകമായ പുരോഹിതരെ, ദൈവവചനങ്ങളായ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞങ്ങളിൽ നിന്നകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹമെന്നും നിങ്ങളോട് കൊണ്ടേയിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അടുത്ത പ്രാർത്ഥനാഗാനം ആരംഭിക്കുന്നതോടുകൂടി നമ്മളുടെ മിശ്രമൃതശീലം സിമിത്തേരിയിലേക്ക് അവസാനത്തെ പ്രാർത്ഥനകൾക്കായി കൊണ്ടുപോകും. അതിനു മുമ്പ് നിങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ കടന്നു വന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സിമിത്തേരിയിലേക്ക് പോകും. എൻ്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്മരണമായി കേൾക്കാം പുനരുദ്ധാനം. ഫ്രണ്ടിൽ കടന്നു വന്ന് പൂക്കളിടാനുള്ളവർക്ക് പൂക്കളിടാം. എല്ലാവരും വന്ന് അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങിമുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വാക്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാരന്തരമിയലാദുത്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു. മൃതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ തേടി ഭീകരമൃതിതൻ ചങ്ങലയേവം പൊട്ടിനുറുങ്ങി. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായുദ്ധാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോരനുജസുതനിയും ജയലാളിതനായി വരുമീ ധരയിൽ കുരിശിൻ പ്രഭയാൽ പരിപോഷ്ടിതനായി. ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിൻ ആഗമ ദിവസം പാർത്തു കഴിപ്പൂ. വീട്ടജമാനൻ പ്രതിഫലമേകാൻ എത്തും ദിവസം
വേഗം പുലരാൻ ഭൃത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. നമുക്ക് ശരീരം വണ്ടിയിലേക്ക് എടുക്കാവുന്നതാണ്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് സെമിത്തേരിയിലേക്ക് അവസാന പ്രാർത്ഥനകൾക്കായി നീങ്ങാം. മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകഴിപ്പൂ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം?
ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി, പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി, പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷ